നമുക്കിന്ന് 9ാമത്തെ പാഠം ഗുൽസാര ഉറുദുവിലുള്ള 9ാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത്. ജിൻസ് ഒയർ ഹക്കീക്കി. കഴിഞ്ഞ ക്ലാസ്സിന് ജിൻസ് ഹക്കീക്കി എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് മുഅന്നസിൻ്റെ ഓപ്പോസിറ്റായിട്ട് മുദക്കറും മുദക്കറിൻ്റെ ഓപ്പോസിറ്റായിട്ട് മുഅന്നസും ഉള്ളതിനാണ് ജിൻസ് ഹക്കീക്കി എന്ന് പറയാം. ഇനി അങ്ങനെ ഇല്ലാത്തതിന് എന്ത് പറയും? ജിൻസ് ഒയർ ഹക്കീക്കി. അതാണ് ജിൻസ് ഒയർ. വായിച്ചു നോക്കിയാണെങ്കിൽ ജിൻസ് ഒയർ ഹക്കീക്കി ജിസ് മുദക്കർ കെ മുക്കാബിൽ മേ. ജിൻസ് ഒയർ ഹക്കീക്കി എന്ന് പറഞ്ഞാൽ ജിസ് എങ്ങനെയുള്ളതാണ്? മുദക്കർ കെ മുക്കാബിൽ മേ, മുദക്കറിൻ്റെ ഓപ്പോസിറ്റിൽ മുഅന്നസ്. അവർ മുഅന്നസ് കെ മുക്കാബിൽ മേ, മുഅന്നസിൻ്റെ ഓപ്പോസിറ്റിൽ മുദക്കർ ബി, മുദക്കറും മൗജൂദ് ന ഹോ, ഉണ്ടാവുകയില്ല, എത്തിക്കപ്പെടുകയില്ല. ഉസേ അതിനെ ജിൻസ് ഒയർ ഹക്കീക്കി കഹത്തെ ഹൈ. അതിന് ജിൻസ് ഒയർ ഹക്കീക്കി എന്ന് പറയപ്പെടുന്നു. ജിൻസ് ഒയർ ഹക്കീക്കി ബേജാൻ അഷ്യാമേ ഹോത്തി ഹേ. ജിൻസ് ഒയർ ഹക്കീക്കി ജീവനില്ലാത്ത വസ്തുക്കളിലാണ് ഉണ്ടാവുക. ജിൻസ് ഹക്കീക്കി ജീവനുള്ള വസ്തുക്കളിലാകുമ്പോൾ ജിൻസ് ഒയർ ഹക്കീക്കി ജീവനില്ലാത്ത വസ്തുക്കളിലാണ് ഉണ്ടാവുക. ജയ്സെ ഉദാഹരണത്തിന് മുദക്കറിന് ഉദാഹരണമാണ് കുർത്ത, കലം, റുമാൽ, ചഷ്മ ഒക്കെ. കുർത്ത അറിയാം, കലം അറിയാം, റുമാൽ അത് പിന്നെ ഡ്രസ്സ്, അതായത് എന്താണ് നമ്മളെ കർച്ചീഫിലാണ്. പിന്നെ ചഷ്മ കണ്ണാടി. മുഅന്നസിന് ഉദാഹരണം റോട്ടി, ടോപ്പി, ചപ്പൽ, ഘടി. ഘടി എന്നാൽ ഘടികാരം. അതെ. അപ്പോൾ അതൊക്കെ. ഇനി അതിൻ്റെ കുറച്ച് തിരിച്ചറിയാനുള്ള മുദക്കറാണോ മുഅന്നസാണോ എന്ന് തിരിച്ചറിയാനുള്ള കുറച്ച് നിയമങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആകെ 5 നിയമങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കണുള്ളൂ. എന്തിനുള്ള? മുദക്കറിനുള്ള. അതാണ് ഇവിടെ ഫസ്റ്റ് ഹെഡിങ്ങിൽ കണ്ടോ, മുദക്കർ എന്ന്. അപ്പോൾ മുദക്കറിനുള്ള ഒരു 5 നിയമങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഹെഡിങ് ശരിക്കും ഇവിടെ വരേണ്ടത് ഇനിയാണ് വരേണ്ടത്. ഇവിടെ 1 മുദക്കർ, ഇവിടെയാണ് വരേണ്ടത്. മനസ്സിലായില്ല? അപ്പോൾ നോക്കി, ഉറുദു കെ വോ അൽഫാസ് ജിൻകെ ആഖിർ മേ അലിഫ് അസ്ലി ഹോ വോ മുദക്കർ ഹോത്തെ ഹേ. ഉറുദുവിലെ അവസാനത്തിൽ അസ്ലിയായ അലിഫാണെന്നുണ്ടെങ്കിൽ അത് മുദക്കറാകുന്നതാണ്. കപട, ചൂള, ബാജ എന്നുള്ളതൊക്കെ പോലെ. കപട പറഞ്ഞാൽ ഡ്രസ്സ്, ചൂള പറഞ്ഞാൽ അടുപ്പ്, പിന്നെ ബാജ പറഞ്ഞാൽ ഈ ചെണ്ട വാദ്യമേളങ്ങൾക്കാണ് എന്ത് പറയുക? ബാജ എന്ന് പറയുക കേട്ടോ. അടുത്തത് ഉറുദു കെ അൽഫാസ്. ഉറുദു കെ വോ അൽഫാസ്, ഉറുദു ലഫ്ലുകൾ ജിൻകെ ആഖിർ മേ ഹായ് മുഖ്തഫി, ചെറിയ മറഞ്ഞിടക്കുന്ന ഒരു ഹാ ഉണ്ടല്ലോ, ഷോല, കഹ്കഹ, ഹഫ്ത, നിഷാന ഒക്കെ അവസാനത്തിൽ നമുക്ക് ഹാ ഉച്ചരിക്കാത്ത, എന്നാൽ ചെറുങ്ങനെ ഉച്ചരിക്കുന്ന ഒരു മുഖ്തഫിയായ ഒളിഞ്ഞെടുക്കുന്ന ഹാ ഉണ്ടെന്നുണ്ടെങ്കിൽ वो हो जिसको उर्दू में अलिफ पढ़ सकते हो അതിനെ നമ്മൾ കഹ അങ്ങനെ അലിഫായിട്ട് നമ്മൾ വായിക്കുക അല്ലേ. വോ മുദക്കർ ഹോത്തെ ഹൈ, അതെന്താകുന്നു? മുദക്കറാകുന്നു. ഷോൽ ഉദാഹരണമാണ് ഷോല, കഹ്കഹ, ഹഫ്ത, നിശാന. ഷോല എന്ന് പറഞ്ഞാൽ ജോല എന്നർത്ഥം. കഹ്കഹ പറഞ്ഞാൽ പൊട്ടിച്ചിരി. ഹഫ്ത എന്ന് പറഞ്ഞാൽ ആഴ്ച. പിന്നെ നിശാന എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്നം, ലക്ഷ്യം. നിശാൻ എന്ന് പറഞ്ഞാൽ ചിഹ്നം, അടയാളം എന്നൊക്കെയാണ്. നിശാന എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ഉന്നം എന്നൊക്കെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ 2 പറഞ്ഞു. അവസാനം അലിഫ് ഉള്ളത്, അവസാനം ഹാ ഉള്ളത്, ഇത് രണ്ടും സാധാരണ മുദക്കറായിട്ടാണ് വരല്. ഇനി 3 കൂടി നമ്മൾ പറയണുള്ളൂ. ഏതൊക്കെ? അവസാനമുള്ളതാണോ? ഉറുദു കെ അൽഫാസ് ജിൻകെ ആഖിർ മേ അലിഫ് മഖ്സൂറ ഹോ ജിസ്കോ ഉറുദു മേ അലിഫ് സെ ലിഖ് സക്തേ ഹോ വോ മുസക്കർ ഹോത്തെ ഹേ. ഉറുദു ലഫ്സുകളിൽ അത് അവസാനം ചെറിയ വല്ലാതെ നീട്ടാത്ത അലിഫ് മഖ്സൂറ, അലിഫ് മഖ്സൂറ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോ ജിസ് കോ ഉറുദു മേ അലിഫ് സെ ലിഖ് സക്തേ ഹോ, അതിനെ നമ്മൾ ഉറുദുവിൽ അലിഫായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ വോ മുദക്കർ ഹോത്തെ, അത് മുദക്കറാകുന്നു. അങ്ങനെ ഉറുദു ലഫ്സുകളിൽ അവസാനം അലിഫുള്ള അലിഫ് മഖ്സൂറുള്ള അതന്നെ അലിഫായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഉറുദുവിൽ എഴുതുന്നത്. അങ്ങനെയുള്ള അത് മുദക്കറാകുന്നു. ഉദാഹരണം അക്സ, മുസല്ല, മുസ്തഫ, പിന്നെ ഹിന. അപ്പോൾ അക്സ എന്ന് പറഞ്ഞാൽ അതിവിദൂരമായ, മുസല്ല നിസ്കരിക്കുന്ന സ്ഥലം, മുസ്തഫ എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട റസൂലുള്ളാഹിൻ്റെ പേര്, പിന്നെ ഹിന പറഞ്ഞാൽ മൈലാഞ്ചി. അപ്പോൾ ഇവിടെ ഇതൊക്കെ ചിലപ്പോൾ യാ ആക്കിയിട്ട് എഴുതലുണ്ട് അല്ലേ.
ചില സ്ഥലങ്ങളിലൊക്കെ നീട്ടാനുള്ളത് യാ ആക്കി. അപ്പോൾ യാ ആക്കിയത് അലിഫാക്കിയിട്ട് തന്നെ എഴുതുന്നതാണെന്നുണ്ടെങ്കിൽ എന്ത് അലിഫ് മക്സൂർ അങ്ങനത്തെ ഉള്ളതാണെങ്കിൽ അത് മുദക്കറാണ്. ഇനി ഉറുദു മേ മുസ്തമിൽ പഹാഡോ ഔർ ഷഹറോ കെ നാം മുസക്കർ ഹോത്തെ. ഉറുദുവിൽ ഉപയോഗിക്കപ്പെടുന്ന മലകൾ അതേമാതിരി തന്നെ പട്ടണങ്ങൾ അവയുടെയൊക്കെ പേര് എന്താകുന്നു മുദക്കറാകുന്നു. ഹിമാലയ, തൂർ പർവ്വതം, കാഫ് പർവ്വതം, വിന്ധ്യാചൽ പർവ്വതം, അതുമാതിരി തന്നെ ദഹ്ലി, അലഹാബാദ്, കാലിക്കറ്റ്, മഞ്ചേരി, ഇതെല്ലാം എന്താണ് ഉപയോഗിക്കപ്പെടുന്ന മുദക്കറുകളാണ്. അഞ്ചാമത്തായി നമുക്ക് പറയാനുള്ളത് മഹീനോ അവർ ദിനോ കെ നാം ജുമാറാത്ത് കെ അലാവ മുസക്കർ ഇസ്തീമാൽ കിയെ ജാത്തെ ഹൈ. മഹീനോ മാസങ്ങൾ, അവർ ദിനോ ദിവസങ്ങൾ, കെ അവയുടെ നാം പേര്, അത് ദിനങ്ങളുടെ പേരിൽ ജുമാറാത്ത് കെ അലാവ വ്യാഴാഴ്ച ബാക്കിയുള്ള എല്ലാ ദിവസവും എന്താകുന്നു മുദക്കറാകുന്നു. വ്യാഴാഴ്ച പെണ്ണാണ്, ബാക്കിയുള്ള എല്ലാ ദിവസവും മുദക്കറാണ്. ഓക്കെ. ജയ്സെ ഷഅബാൻ മാസമാണ്, വൈശാഖ് മാസമാണ്. വൈശാഖ മാസം കേട്ടിട്ടുണ്ടാവും, മലയാള മാസം അല്ലേ. പിന്നെ ജനുവരി, ഉത്വാർ, പിന്നെ മംഗൾവാർ, അതുമാതിരി തന്നെ ജുമുഅ. ഓക്കെ. അതിൽ ഇത്വാർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച, മംഗൾ ചൊവ്വ, പിന്നെ അതേമാതിരി തന്നെ ജുമുഅ വെള്ളി. അടുത്തത് ആറാമത്തെ കായിക, ആറിനുണ്ട്, ഞാൻ അഞ്ചെണ്ണം വിചാരിച്ചു, സോറി ആറിനാണ്. ഉറുദു സുബാൻ മേ മുസ്തമിൽ അറബി കെ ഇസ്മ സർഫ് ബി അക്സർ മുസക്കർ ഇസ്തീമാൽ കിയെ ജാത്തെ ഹൈ. അറബി പേരുകളിലുള്ള ഇസ്മ സൊറഫ്, സ്ഥലങ്ങളുടെ പേരുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ സാധാരണ മുസക്കറായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അറബി പേരുകളിലുള്ള വാക്കുകൾ ഉറുദുക്ക് വരികയും അത് ഇസ്മു സർഫ് മക്കാനില്ലേ ഇതാവുകയും ചെയ്താൽ എന്താ സാധാരണ മുദക്കറായിട്ടാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് മക്തബ്, മദ്രസ, മക്കാമ്. മക്കാം പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം, മദ്രസ, മക്തബ് പറഞ്ഞാൽ ലൈബ്രറി. അപ്പോൾ ഇതൊക്കെ ആണ് മുദക്കറുകൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട് മുദക്കറിൻ്റെ, പക്ഷേ നമ്മൾ വളരെ ചെറിയ കുട്ടികളല്ല, അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാലും നിങ്ങൾ പഠിക്കണം. അവസാനം അലിഫുള്ളത്, അവസാനം ഹായ മുഖ്തഫുള്ളത്, അവസാനം അലിഫെ മക്സൂറുള്ളത്, അതേമാതിരി തന്നെ പട്ടണങ്ങൾ, അതേമാതിരി തന്നെ പട്ടണങ്ങളുടെയും പർവ്വതങ്ങളുടെയും പേര്, ദിനങ്ങളുടെയും മാസങ്ങളുടെയും പേര്, അത് വ്യാഴാഴ്ചയില്ലാത്ത, പിന്നെ അതേമാതിരി തന്നെ അവസാനം മക്കാം, ഇസ്മു മക്കാനി, സ്ഥലങ്ങൾ അറബി പേരിലുള്ള സൊർഫ്, അതും ഈ 6 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ച മുദക്കറുകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിന് മുഅന്നസ് ഏതൊക്കെയെന്ന് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.